ആ സ്വപ്നത്തിൽ ഈ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നി ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു എൻ്റെ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട്, ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടി ഉണർന്നു, പിന്നെ ഉറങ്ങി. ഞാൻ ദേവി മഹാത്മ്യത്തിൽ നിന്ന് മഹിഷാസുര നിർണ ശവിതാത്രി വരദേ നമ, രൂപം ദേവി, ജയം ദേവി, യശോദേഹി ദിശോജയ്, അതോടുകൂടി തന്നെ അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർ വളരെ അധികം സംതൃപ്തരാണ്. കാരണം എനിക്ക് പല ആളുകളെയും അറിയാം, വളരെ സംതൃപ്തരാണ്. ആ സംതൃപ്തിയിലൂടെ രാഷ്ട്രം മുന്നോട്ട് പോകട്ടെ. മുസ്ലിങ്ങൾക്ക് ഇത് വെറും ഒരു പള്ളി മാത്രമാണ്. മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല. മുഹമ്മദ് നബിയുടെ ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാർക്കാണ്, അവരുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് ഇത് ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. അത് അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണ ഹിന്ദുവിന്. ചരിത്രത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഈ തെറ്റുകളാണെന്ന് ഒന്ന് സമ്മതിച്ചാൽ ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ടായിട്ട് മാറും. അതൊരു സാന്ത്വന വാക്കായിട്ട് മാറും. ആ സാന്ത്വനത്തിനുള്ള ശ്രമങ്ങളായിരുന്നു ശരിക്കും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ആ മതമൈത്രിക്കുള്ള വാതിലുകളും മുഴുവനും കൊട്ടിയടക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി പ്രമോദ് രാമൻ സാറെ പോലുള്ള ആളുകൾ വരുന്നത് തന്നെ വളരെ വിഷമവും ദുഃഖവുമുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് കൊടുവള്ളി എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് നീങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളൊക്കെ പഠനം തുടങ്ങിയത് മദ്രസയിൽ വെച്ചാണ്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ 1-2 അധ്യാപകന്മാരുണ്ടായിരുന്നു. അവർ വളരെയധികം സ്വാധീനിച്ചു. ഒന്ന് ലോവർ പ്രൈമറി സ്കൂളിൽ ഒരു അബൂബക്കർ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ശരിക്കൊരു മുസ്ലിമിനെ പോലെ തലയെക്കെട്ട് കെട്ടി വരുന്ന മനുഷ്യനാണ്. പക്ഷേ ഞങ്ങൾ രാമായണവും മഹാഭാരതത്തിൻ്റെയും ചരിത്രം, ആ കഥകൾ മുഴുവനും മനസ്സിലാക്കി തന്നതും ആ കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നതും ഇദ്ദേഹമായിരുന്നു. അപ്പം അർജുനൻ്റെയും ഭീമൻ്റെയും കഥകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വായ പൊളിച്ച് നിൽക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ്റെ കുസൃതികളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുമ്പോൾ അപ്പോഴും ഞങ്ങൾ ഇതേപോലെ തന്നെ അത്ഭുത സ്തബ്ധരായിട്ട് നിൽക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു ഗംഗാധരൻ മാഷുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു താജ്മഹലിനെ കുറിച്ചും അതേപോലെ കുത്തബ് മിനാറെ കുറിച്ചും ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന കുറേ അധ്യാപകന്മാർ, സൂസൻ കുര്യൻ എന്ന് പറഞ്ഞൊരു ടീച്ചർ, ഇംഗ്ലീഷ് അവരായിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഗംഗാധരൻ പിന്നെ വേലായുധൻ മാസ്റ്റർ, സൈനബ ടീച്ചർ, കാസിം മാസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ കുറേ അധ്യാപകന്മാർ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു കൊടുവള്ളിയിൽ. അപ്പം ഞാൻ കൊടുവള്ളിയിലെ നിത്യ വായനക്കാരനായിരുന്നു. അവിടുന്ന് 2-3 പുസ്തകങ്ങൾ, ഒന്ന് നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകം, അത് ഇംഗ്ലീഷിലായിരുന്നു. പക്ഷേ പിന്നെ മാതൃഭൂമി അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, നല്ല പരിഭാഷയായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്ര സംഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു, ഈ 2 പുസ്തകവും. പിന്നെ നളന്ദയെക്കുറിച്ച് ഞങ്ങളൊക്കെ അന്ന് 5ാം ക്ലാസ് വരെ മാത്രമേ മലയാളം പഠിക്കുകയുള്ളൂ. പിന്നെ അറബിക്കിലേക്കായിരിക്കും ഞങ്ങൾ ചാടുന്നത്. അപ്പം ഞങ്ങളുടെ മലയാളം നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ ഒരു പുസ്തകം ഉമയനല്ലൂർ ബാലകൃഷ്ണപിള്ളയുടെ ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ എന്നുള്ള പുസ്തകമായിരുന്നു. അത് ഒന്ന് നളന്ദയെക്കുറിച്ച്, പിന്നെ വിക്രംശീലയെക്കുറിച്ച്, ബീഹാറിനെക്കുറിച്ച്, ഡൽഹിയെക്കുറിച്ചൊക്കെ ഉള്ളൊരു പുസ്തകമായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി 10ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ, കാരണം 10ാം ക്ലാസ് പാസ്സാകുക അക്കാലത്ത് ഒരു വലിയ കടമ്പയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് പാസ്സാവുകയാണെങ്കിൽ ഇനി ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിലായി പഠിക്കണം എന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചു.
അങ്ങനെ പിന്നീടുള്ള സാഹചര്യങ്ങൾ അതിന് ഒത്തുചേർന്നു. അപ്പം എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ചരിത്രത്തിന് ഒരു വലിയ സ്ഥാനം നൽകുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ അധ്യാപകന്മാർ, അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലേക്ക് 100 കിലോമീറ്റർ, ആഗ്രയിലേക്ക് 50 കിലോമീറ്റർ, ഫത്തേപൂർ സിക്രി ഒരു 30 കിലോമീറ്റർ അപ്പുറത്ത്, കൃഷ്ണൻ്റെ മധുര അവിടുന്ന് അലിഗറിന് 35 കിലോമീറ്റർ, ഇങ്ങനെ ഒരു ഈക്വോ ഡിസ്റ്റൻറ്റ് പ്ലേസുകളായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ പോകാനും ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെടാനും ആ സ്ഥലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനും ഇതിഹാസം മനസ്സിലാക്കാനുള്ള ഒരു വലിയ ഒരു അവസരം കിട്ടി. അതിനുശേഷം പിന്നെ എൻ്റെ ജോലി മുഴുവനും ഈ സ്ഥലങ്ങളിലായിരുന്നു. അപ്പം അതുകൊണ്ട് കൂടുതൽ ബന്ധപ്പെടാനും കഴിഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ അലീഗറിൽ എത്തിച്ചേരുന്നതും. അലീഗറിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷേ ഞാനും ഒരു പ്രധാനപ്പെട്ട അധ്യാപകനുമായിട്ട് ഒരു ചെറിയ അസ്വാരസ്യമുണ്ടായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ വലിയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഇർഫാൻ ഹബീബ് എന്നാണ്. അപ്പം കമ്മ്യൂണിസത്തിന് ഞാൻ കണ്ടുള്ള തകരാറുകൾ, അത് മതത്തിൻ്റെ എക്സ്ട്രീം മതവാദികളെ പോലെ തന്നെ ഒരു എക്സ്ട്രീമിസ്റ്റായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും കമ്മ്യൂണിസ്റ്റ് അധ്യാപകന്മാരും വരിക. അവരുടെ വഴിയിലേക്ക് എല്ലാ ആൾക്കാരെയും ചിന്തിപ്പിക്കാനും അത് പിന്തുടരാനും അത് പിന്തുടർന്നില്ലെങ്കിൽ അവരെ നശിപ്പിക്കാനും പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കമ്മ്യൂണിസത്തോട് വലിയ ബഹുമാനമുണ്ട്. കാരണം ഒരു വലിയ ചിന്താഗതിയാണ്, വലിയ ചിന്താധാരയിൽ എഴുന്നേറ്റ ഒരു ആദർശമാണ്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ പ്രയോഗാത്മാക്കൾ അത് പ്രയോഗിക്കുമ്പോൾ ഇന്ന് നാം കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു എക്സ്ട്രീം ഗ്രൂപ്പ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാനൊരു നോൺ ഡിറ്റാച്ച്ഡ് ആയിരുന്നു, അൺഅറ്റാച്ച്ഡ്, നോൺ ഡിറ്റാച്ച്ഡ്, ഒരു ലിബറൽ തിങ്കറായിരുന്നു. അപ്പോൾ ലിബറൽ തിങ്കർ ആയതുകൊണ്ട് നമുക്കിതിനോട് പലപ്പോഴും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തരേണ്ടിയിരുന്ന മാർക്ക് അടിസ്ഥാനത്തിൽ എനിക്ക് തരേണ്ടിയിരുന്ന സ്കോളർഷിപ്പും അതേപോലെ തന്നെ അഡ്മിഷനും എനിക്ക് തരാതെ എന്നേക്കാൾ വളരെ മാർക്ക് കുറഞ്ഞ മറ്റൊരാൾക്ക് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തപ്പോൾ ഇനി ഇവരുമായി യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ അലീഗർ വിട്ടു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്ന ആർക്കിയോളജിയിലെ പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതോടുകൂടി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നത് അതേ എന്നെ ഒരു കാലത്ത് പുറന്തള്ളിയ അതേ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാനൊരു ആർക്കിയോളജിസ്റ്റായിട്ട് തിരിച്ചു വരാനും കഴിഞ്ഞു. അവിടെ ചില വലിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാൻ നടത്തി. അത് കാരണം ഒന്ന് വാശിയുണ്ടായിരുന്നു, എൻ്റെ കഴിവ് തെളിയിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വലിയ 2-3 ഡിസ്കവറീസ് നടത്താൻ കഴിഞ്ഞു. ഒരു ഡിസ്കവറി ഇബാദത്ത് ഖാന എന്ന് പറയും. ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞാൽ നമ്മൾ അക്ബർ എല്ലാ മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവന്ന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജെയിൻസ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ട് ഹി വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ റിലിജൻ നോൺ ആസ് ദീനെ ഇലാഹി. ആ ദീനെ ഇലാഹി എവിടെ വെച്ചാണോ സ്ഥാപിച്ചത്, ദാറ്റ് ഈസ് ദ നഴ്സറി ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. അപ്പോൾ അത് എവിടെയാണ് ദർ വാസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എമംഗ് സ്കോളേഴ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് അവർ പറഞ്ഞു അത് ഇവിടെയാണെന്ന് പറഞ്ഞു, സ്റ്റാൻഡിങ് മോണ്യുമെൻറ്റ്സ്. മറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞു അല്ല അത് ഇവിടെയാണെന്ന് പറഞ്ഞു. തേർഡ് ഗ്രൂപ്പ് പറഞ്ഞു അല്ല മറ്റൊരു സ്ഥലത്താണ്. ഇങ്ങനെ വാദങ്ങൾ കൊണ്ട് തികച്ചും വിഭജിക്കപ്പെട്ടതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെയല്ല, ഇത് തകർന്ന് പോയിരിക്കുന്നു, ഇത് ഇന്ന് പുറ്റായി മണ്ണായി കൂടിക്കിടക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞ് ഞാൻ മാത്രമല്ല, എൻ്റെ മുമ്പേ മറ്റ് ചില 2 സ്കോളേഴ്സും കൂടി പറഞ്ഞിരുന്നു. പക്ഷെ അവരെ അന്ന് ആളുകൾ സാരമായിട്ട് എടുത്തില്ല. പക്ഷേ ഇത് തെളിയിക്കണമെങ്കിൽ എക്സ്കവേഷൻ ചെയ്യണം. അപ്പോൾ ആ എക്സ്കവേഷൻ ടീമിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് വളരെ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അക്ബറിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ അന്ന് ഫോട്ടോഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് അന്ന് അക്ബറിൻ്റെ കാലത്ത് പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. പല സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംഭവങ്ങൾ അതേപോലെ തന്നെ അക്ബറിൻ്റെ പെയിൻറ്റേഴ്സ് പെയിൻറ്റ് ചെയ്തിരുന്നു. ആ പെയിൻറ്റിങ്ങിൽ ഒരു പെയിൻറ്റിങ് ഇബാദത്ത് ഖാന പെയിൻറ്റിങ് എന്ന് പറയും. ആ ഇബാദത്ത് ഖാനയിൽ
ക്രിസ്ത്യൻ ഫാദേഴ്സുമായിട്ട് പ്രത്യേകിച്ച് രണ്ട് ഫാദർമാർ വന്നിരുന്നു. ഒന്ന് ഫാദർ റുഡോൾഫ് അക്വോവ, മറ്റൊന്ന് ഫാദർ മോൺസെററ്റ്. ഈ രണ്ട് ഫാദേഴ്സും വന്നിരുന്നു. അവർ അക്ബറുമായിട്ട് പല വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും അതിനുശേഷം അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം ക്രിസ്തുമതത്തിൽ എത്തിച്ചേരുമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു, പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അക്ബർ വാസ് എ ഡിഫറെൻറ്റ് മാൻ. One day he was worshipping like that of a Hindu, second day like that of a Parsi, third day like that of a Jain, fourth day like that of a Muslim. ഇങ്ങനെയുള്ളൊരു സങ്കര വ്യക്തിത്വമായിരുന്നു അക്ബർ. അക്ബറെ മതപരിവർത്തനം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കഴിയാത്തതിന് ശേഷം പിന്നീട് അവർ ഗോവയിലേക്കും പിന്നീട് അവരുടെ റെസ്പെക്റ്റീവ് സ്ഥലങ്ങളിലേക്കും തിരിച്ചുപോയി. അപ്പോൾ ഈ കണ്ടുപിടുത്തൊരു വലിയ കണ്ടുപിടുത്തമായിരുന്നു. അത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വലുതാക്കി കൊടുക്കുകയും ചെയ്തു. അത് ഈ അധ്യാപകന് തീരെ പിടിച്ചില്ല. ഈ നമ്മുടെ ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ഇകഴ്ത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. പിന്നെ അതിൻ്റെ ശേഷം അദ്ദേഹം തന്നെ അവിടെ സ്ഥലത്ത് വന്നു, പരിശോധിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇബാദത്ത് ഖാൻ ഇത് തന്നെയാണ്, ഇതല്ലാതെ മറ്റൊരു സ്ഥലം ഒന്നും ആവാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ ഒരു 30 വർഷത്തിന് ശേഷം പിന്നെ അദ്ദേഹം തിരിച്ചുപോയി പുതിയൊരു അഭിപ്രായവുമായി വരികയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകളുമായിട്ടുള്ള നിരന്തരമായ സംഘർഷത്തിലൂടെ, കാരണം സംഘർഷം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. സംഘർഷം വേണം. പക്ഷേ അതോടുകൂടി ഞാനന്ന് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ പുസ്തകങ്ങൾ ധാരാളം വായിക്കുമായിരുന്നു. അന്ന് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. ഡെയിൽ കാർണഗിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഹൗ ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് യുവർ സെൽഫ്. ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളാണ് അന്ന് എനിക്ക് ഇവരുമായിട്ട് എതിർത്ത് നിൽക്കാൻ കരുത്തേകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് എനിക്ക് രണ്ടാമത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി സൂപ്പരിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റായിട്ട് നിയമനം കിട്ടി. പിന്നെ അതിൽ നിന്ന് ഞാൻ പടിപടിയായിട്ട് ഉയർന്നു പോയി. അവസാനം റീജിയണൽ ഡയറക്ടർ, നോർത്ത് ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടറായിട്ടാണ് ഞാൻ സർവീസിൽ നിന്ന് 2012 വിരമിക്കുന്നത്. അയാൾ കമ്മ്യൂണിസ്റ്റാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റിൻ്റെ പക്ഷേ ഒരു ആദർശങ്ങൾ വളരെ ചെറുപ്പത്തിലുണ്ടായേക്കാൻ മതി. പക്ഷെ അതിനുശേഷം പിന്നീട് വളരുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. ആ നിക്ഷിപ്ത താല്പര്യമാണ് പിന്നെ അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആ നിക്ഷിപ്ത താല്പര്യത്തിന് അന്ന് ഒതുങ്ങിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയമായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയത്തോടു കൂടി അദ്ദേഹം നിന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവിട്ടുപോയി. ICHRൻ്റെ ചെയർമാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷത്തും നിൽക്കാൻ പാടില്ല. പക്ഷേ അതൊന്നും നിൽക്കാതെ ഇവരെ മുഴുവനെയും അതിൻ്റെ പല മീറ്റിങ്ങുകളും നടന്നത് അവരുടെ ICHRൻ്റെ റൂമിൽ വെച്ചായിരുന്നു. അന്ന് അതിനെതിർത്ത ഒരേ വ്യക്തി ഇവിടെയുള്ള നമ്മുടെ പ്രൊഫസർ നാരായണൻ സാർ മാത്രമാണ്. അദ്ദേഹമല്ലാതെ അതിനെ എതിർക്കാൻ ആർക്കും അന്ന് ധൈര്യമുണ്ടായിരുന്നില്ല. MGS നാരായണൻ സാർ മാത്രമാണ് അന്ന് അതിനെ എതിർത്തത്. നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനമാണ്, ആ സ്ഥാപനം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനുമായിട്ട് അലയൻസ് ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ് എന്ന് സധൈര്യം പറയാൻ കഴിഞ്ഞത് MGS നാരായണൻ സാറിന് മാത്രമാണ്. മായാവതിയും ഇതേപോലെ തന്നെ അവർക്ക് ചില ബിസിനസ് താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ബിസിനസ് താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ചിരുന്നത് താജ്മഹലിൻ്റെയും അതേപോലെ തന്നെ ആഗ്ര ഫോർട്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് പ്രൈം സ്ഥലങ്ങളാണ്. അവിടെ ഒരു 200 ഷോപ്പിംഗ് കോംപ്ലക്സോ മാളോ ആയിരുന്നു അവരുടെ പരിപാടി. അപ്പം അതിന് സുപ്രീം കോടതി നിയമമുണ്ട്. താജ്മഹലിൻ്റെ 500 മീറ്റേഴ്സ്, താജ്മഹലിൻ്റെ ലിമിറ്റേഷൻ മുതൽ ബൗണ്ടറി മുതൽ 500 മീറ്റേഴ്സിൽ ഒരു തരത്തിലുള്ള ബിൽഡിങ്ങുകളോ സ്ട്രക്ചറോ വരാൻ പാടില്ല. അപ്പോൾ അതിൽ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത്. അതേപോലെ തന്നെ ആഗ്ര ഫോർട്ടിൻ്റെയും. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കൊരു ഒരു വൈകാരിക ഭൂമിയാണ്. കാരണം ആഗ്ര ഫോർട്ടിലാണ് ഷാജഹാൻ തടവിലായത്. അപ്പോൾ ഈ താജ്മഹൽ നോക്കിക്കൊണ്ട് അദ്ദേഹം കണ്ണീരൊഴുക്കിയ ഒരു വൈകാരിക ഭൂമിയായിട്ടാണ്
പലപ്പോഴും ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നതും വരുന്ന ലക്ഷോപലക്ഷം വരുന്ന യാത്രക്കാരെ നമ്മുടെ ഗൈഡുകൾ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നതും ആ വൈകാരിക ഭൂമിയിൽ വിളർപ്പുണ്ടാക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. അത് അവരോട് പല ആളുകളും പറഞ്ഞെങ്കിലും അവർ കേൾക്കാൻ തയ്യാറായില്ല. പക്ഷേ ഉടനെ തന്നെ ഞാൻ ഈ കാര്യം ഡൽഹിയിൽ അറിയിക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ഒബ്ജക്റ്റ് ചെയ്തു. അതിന് ശേഷം ഞാനിത് കാര്യം ഡൽഹിയിൽ എൻ്റെ ഹയർ ഓഫീസേഴ്സിനെ അറിയിക്കുകയുണ്ടായി. അതിനുശേഷം അന്ന് ഭാഗ്യത്തിന് ഒരു വളരെ കഴിവുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു നല്ല മിനിസ്റ്റർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജഗ്മോഹൻ ജി ഉടനെ തന്നെ ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്തു. ഇത് സുപ്രീം കോർട്ടിൽ പോവുകയുണ്ടായി. അവസാനം സുപ്രീം കോർട്ടിലെ വിധി വന്നതിന് ശേഷം ഈ മിനിസ്ട്രി താഴെ വീഴുകയുമുണ്ടായി. ഈ മിനിസ്ട്രി താഴെ വീഴുന്ന റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ അർത്ഥരൂപത്തിൽ, വളരെ അർത്ഥപൂർണമായ രൂപത്തിൽ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. അപ്പോൾ ഈ മിനിസ്ട്രിയുടെ ഈ വാർത്ത വരുന്നുണ്ടായിരുന്നു, ന്യൂസിൽ വാർത്ത വരുന്നുണ്ടായിരുന്നു, മായാവതി അവർ രാജിവെച്ചു, അങ്ങനെയൊക്കെ ഈ പ്രശ്നത്തിലാണ് രാജിവെച്ചത് എന്നുള്ള വാർത്ത വരുന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ ഇന്ന് കാണുന്ന സൗന്ദര്യത്തിന് മുഴുവനും, കാരണം ഡൽഹി എനിക്കറിയാം, 1970 മുതൽ എനിക്ക് ഡൽഹിയെ അറിയാം. അന്ന് ഡൽഹിയുടെ പല ഭാഗങ്ങളും ചാളുകളായിരുന്നു, വെറും സ്ലംസ് ആയിരുന്നു. പ്രത്യേകിച്ച് ജമാ മസ്ജിദിൻ്റെ മുൻഭാഗം, ജമാ മസ്ജിദിൻ്റെയും നമ്മുടെ ഡൽഹി ഫോർട്ടിൻ്റെയും ചെങ്കോട്ടയുടെ ഭാഗങ്ങൾ വളരെ സ്ലമ്മായിരുന്നു, വളരെ മോശമായിരുന്നു, വൃത്തികേടായിരുന്നു. ആ ഭാഗം, തുർക്കുമാൻ ഗേറ്റിൻ്റെ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ മുഴുവനും ഇത് മുഴുവനും തുടച്ചു മാറ്റുകയും അവിടെയുള്ള എൻക്രോച്ച്മെൻറ്റ്സ് മാറ്റുകയും അതേപോലെ തന്നെ പുതിയ നഗരത്തിന് ഒരു സൗന്ദര്യം നൽകുകയും, ഇത് ഇവിടെ മാത്രമല്ല ഡൽഹിയുടെ പല ഭാഗങ്ങളിലും, തുഗ്ലക്കാബാദിൽ അതേപോലെ, ഒരിക്കലും അവിടെ നിന്ന് ഈ എൻക്രോച്ച്മെൻറ്റ്സ് നീക്കാൻ കഴിയില്ല എന്ന സ്ഥലത്ത് അദ്ദേഹം നേരിട്ട് പോയിട്ട് പോലീസുകാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള എൻക്രോച്ച്മെൻറ്റ്സ് മാറ്റുകയും ഒരു പുതിയ സൗന്ദര്യമുള്ള നഗരമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തി ജഗ്മോഹൻ ജി ആയിരുന്നു. പക്ഷേ ഇന്നതവർ ജനങ്ങളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും അദ്ദേഹത്തെ വളരെ നന്ദിപൂർവ്വം ഓർക്കാറുണ്ട്. ജഗ്ദൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഛത്തീസ്ഗഡിൽ. ജഗ്ദൽപൂർ, അവിടെയൊക്കെ ആയിരുന്നു ഈ നക്സൽ പ്രശ്നങ്ങളുടെ പ്രഭാവിത സ്ഥലങ്ങളായിരുന്നു. ആ പ്രഭാവിത സ്ഥലങ്ങൾ മാത്രമല്ല, പല നക്സൽ ഗ്രൂപ്പുകളും ഉയർന്നെഴുന്നേറ്റ് വന്നതും ഈ സ്ഥലങ്ങളിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങൾ, അവിടെ പോയി ക്ഷേത്രങ്ങൾ 1000 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രം നന്നാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ ഒരു 9:25, 9:30 ഇരിക്കും അവിടെ എത്തിയിട്ടുണ്ടാകുക. കുറേ നടക്കണം, റോഡില്ല. അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങളെ കുറച്ച് ആളുകൾ വളഞ്ഞു. കാണാൻ നോക്കിയപ്പോൾ ഇവർ ഈ തരത്തിലുള്ള നക്സലുകളാണെന്ന് തോന്നുകയില്ല, വെറും സാധാരണക്കാരായിട്ട് ആളുകൾ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവർ എൻ്റെ പേരും അഡ്രസ്സും, അവിടെയുള്ള അഡ്രസ്സല്ല, ഛത്തീസ്ഗഡിലുള്ള അഡ്രസ്സല്ല, അവർക്ക് വേണ്ടി കേരളത്തിൽ ഞാൻ എവിടെ നിന്നാണെന്നുള്ള അഡ്രസ്സാണ്. അപ്പം ഇതൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സംശയം തോന്നി. അവർ പറഞ്ഞു ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന്. അപ്പോൾ കൂടുതൽ ഗൗരവം തോന്നി. അപ്പോൾ ഞാൻ ചെറിയൊരു ഡിസ്കഷനിൽ അവരുമായി എൻഗേജ് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, ഞാനിത് 1000 വർഷത്തിന് ശേഷം ആളുകൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രം നന്നാക്കാൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാഭം കിട്ടുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ്. അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. ആ ജോലിയിൽ അവർക്ക് കൊടുക്കേണ്ട ഗവൺമെൻറ് തുകയിൽ ഞങ്ങൾ അല്പവും കുറയ്ക്കുന്നില്ല. പിന്നെ മറ്റൊന്നുള്ളത്, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അതിൽ വല്ല കുറവും വരുത്തി ഞങ്ങൾ വല്ലതും പണവും സമ്പാദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അതിലൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇത് 2 കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ പ്രവർത്തനത്തിന് നിങ്ങൾ എന്തിനാണ് നിർത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് എതിർപ്പില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് ചെറിയൊരു സംഭാവന വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സംഭാവന ചെറുതാണെങ്കിൽ തരാം,
അതല്ലെങ്കിൽ ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവരന്ന് 10,000 രൂപയെ 2003 പിന്നെ 10,000 രൂപയെ ചോദിച്ചുള്ളൂ. പക്ഷെ അതിന് അവർ ചില സൗകര്യങ്ങളും ചെയ്തു തരും. അത് അന്ന് അവരും ഈ ആന്ധ്രയിൽ നിന്നുള്ള നക്സലുകളുണ്ട്, അവരുമായിട്ട് ഒന്നായിട്ടില്ല. അപ്പോൾ അവിടുന്ന് നക്സലുകൾ വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വിവരം അറിയിക്കും, അപ്പം 1, 2, 3 ആഴ്ച നിങ്ങൾക്ക് ഈ ജോലി നിർത്തിവെക്കേണ്ടി വരും. അതിനുശേഷം അവർ പോയതിന് ശേഷവും ഞങ്ങൾ വിവരം അറിയിക്കുക, അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാം എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ലാഫാഗഡ് എന്ന് പറയുന്നൊരു ക്ഷേത്രം, ആ ലാഫാഗഡ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. അപ്പം ആ ക്ഷേത്രത്തിൽ ഇത് ഛത്തീസ്ഗഡിലൊരു ന്യൂ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസായിരുന്നു. വേണ്ടപ്പെട്ട സൗകര്യങ്ങളില്ല, വേണ്ടപ്പെട്ട ജോലിക്കാരില്ല. അപ്പോൾ ഒരു ദിവസം ഈ സ്ഥലത്തും ഇൻസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ സ്ഥലം ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഓഫീസർ അവിടെ എത്തുന്നത്, ഈ മലമുകളിൽ എത്തുന്നത്. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി, അവിടെയുള്ള പൂജാരിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ അവസാനം അദ്ദേഹം എന്നോട് ചോദിച്ചു, സർ ഈ ക്ഷേത്രം വീഴാൻ വേണ്ടി പോവുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വളരെ സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പുതിയൊരു ഓഫീസ് വന്നതാണ്, ഇതിന് വേണ്ട പ്രത്യേകപ്പെട്ട ജോലിക്കാരുണ്ട്, ഇവരൊക്കെ ഉള്ളത് ഇപ്പം ഭോപ്പാൽ സർക്കിളിലാണ്. അപ്പോൾ അവിടുന്ന് ആളുകളെ വിളിക്കണം, ചിലപ്പോൾ ഇവർക്ക് തന്നെ ധാരാളം വർക്കുകളുണ്ട്, അപ്പം വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദീർഘനിശ്വാസത്തോടു കൂടി പറഞ്ഞു, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടുന്ന് പോന്നു. അദ്ദേഹവും പിന്നെ ചിലപ്പം നടന്നേക്കാം, ചിലപ്പോൾ നടക്കില്ലായിരിക്കാം എന്നുള്ള നിലക്ക് അദ്ദേഹം ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. ഞങ്ങൾ വന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്നെ 2 സ്ഥലത്തിൻ്റെയും, അതായത് ഭോപ്പാലിൻ്റെ, മധ്യപ്രദേശിൻ്റെയും ഛത്തീസ്ഗഡിൻ്റെയും 2ൻ്റെയും ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് ആ സ്വപ്നത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നി ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു, എൻ്റെ ക്ഷേത്രം വീഴാൻ വേണ്ടി പോകുന്നുണ്ട്, ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് പറ്റിയ ആളുകൾ എൻ്റെ കീഴിലില്ല, ഇതൊരു പുതിയ സർക്കിളാണ്, എൻ്റെ കീഴിലില്ല, അത് ഭോപ്പാലിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടി ഉണർന്നു, പിന്നെ ഉറങ്ങി, പിന്നെ ആ സ്വപ്നം മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായി. അപ്പം പിറ്റേന്ന് ഒരു 11-12 മണിക്കാണ് എനിക്ക്, അന്ന് ഇമെയിലും ബാക്കിയുള്ളതൊന്നും അത്ര ഇതല്ല, പക്ഷേ ഫാക്സ് പിന്നെ ഇൻഫർമേഷൻ വന്നു, എന്നെ 2 സ്ഥലത്തിൻ്റെയും, അതായത് ഭോപ്പാലിൻ്റെയും അതേപോലെ ഛത്തീസ്ഗഡിൻ്റെയും 2ൻ്റെയും ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന്. അപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു, അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിവരം ഞാൻ ഉടനെ തന്നെ ആ പൂജാരിയെയും അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചെല്ലുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടിരുന്നു, ഇത് ശരിയാക്കാൻ പറ്റിയ ഒരു ഓഫീസർ വരുന്നുണ്ട്, പക്ഷേ ആ ഓഫീസർ മുസ്ലിം ആകുമെന്ന് ഒരിക്കലും തോന്നിയിരുന്നില്ല എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ പിന്നെ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു 5,000 രൂപ എൻ്റെ പേഴ്സണലായിട്ട് പിന്നെ ഇതിൻ്റെ ജോലിക്കാർ കൊടുത്തു. നിങ്ങൾ അവിടെ പോകണം, ഈ ക്ഷേത്രത്തിൽ നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരോട് കൂട്ടി പോവുകയും ആ ക്ഷേത്രത്തിന് 1 വർഷത്തിനുള്ളിൽ തന്നെ ആ ക്ഷേത്രം നന്നാക്കുകയും ചെയ്തു. ഇന്ന് ഛത്തീസ്ഗഡിലെ ഏറ്റവും നന്നായി ധാരാളം കൂടുതൽ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സ്ഥലത്തുമായിട്ട് ഈ ലാഫാഗഡ് ക്ഷേത്രം മാറിയിരിക്കുന്നു. ബട്ടേശ്വർ എന്ന് പറയുകയാണെങ്കിൽ ചമ്പൽ വാലിയിലാണ്. അപ്പോൾ അവിടെ ഉഗ്രപ്രതാപികളായിട്ടുള്ള കൊള്ളക്കാരുള്ള സ്ഥലമാണ്. അവർ വിചാരിച്ചാലല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ഇതേപോലുള്ള ഏറ്റവും സാഹസികമായിട്ടുള്ള വർക്കുകളായിരുന്നു ഞാൻ പലപ്പോഴും അന്വേഷിച്ച് പോകാറുണ്ടായിരുന്നതും. കാരണം സാധാരണ വർക്കുകൾ എല്ലാ ആൾക്കാർക്കും ചെയ്യും, പക്ഷേ അല്പം ബുദ്ധിമുട്ടുള്ള സാഹസികമായിട്ടുള്ള വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഞാനെപ്പോഴും ഒരു ഹ്യൂമൻ എൻജിനീയറിങ്ങിൽ വിശ്വസിച്ചിരുന്നു. സാധാരണ നക്സൽ പ്രഭാവിത സ്ഥലങ്ങളിലേക്ക്
ഒരു ഗവൺമെൻറ് ഓഫീസർ പോകില്ല. വളരെ ഇതായിരിക്കും, സാഹസികമായിരിക്കും ആ പോക്ക്. ചിലപ്പം തിരിച്ചു വരാൻ പറ്റും, ചിലപ്പം തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഈ ഹ്യൂമൻ എൻജിനീയറിങ് എംപ്ലോയ് ചെയ്യുകയാണ്. ഹ്യൂമൻ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ്, മറ്റൊന്ന് പോലീസ് ഓഫീസേഴ്സ്, പിന്നെ അതേപോലുള്ള നക്സലുകൾ, അതേപോലുള്ള കൊള്ളക്കാർ. അപ്പോൾ ഈ കൊള്ളക്കാരുമായിട്ട് ഞാൻ ഒരു ചെറിയ ആദ്യമായിട്ടൊരു വലിയ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിജയരാമൻ എന്നാണ്. അദ്ദേഹം ശരിക്കും തൃശ്ശൂർക്കാരനായിരുന്നു. പക്ഷേ തൃശ്ശൂരിൽ ജനിച്ചതും പുറത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും മറ്റും തൃശ്ശൂർക്കാരായിരുന്നു. പക്ഷേ അദ്ദേഹം മലയാളം അറിയില്ല. മലയാളം കുരച്ചു മലയാളം പറയും എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അദ്ദേഹം. അപ്പം അദ്ദേഹമായിരുന്നു മറ്റൊരു പാൻസിംഗ് തോമർ എന്ന് പറഞ്ഞൊരു വലിയ കൊള്ളക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊന്നത് ഇദ്ദേഹമായിരുന്നു. അത് 1982 അപ്പം അദ്ദേഹം ഒരു വലിയ പോലീസ് ഓഫീസറായിരുന്നു. പിന്നെ ഗാസി ബാബ എന്ന് പറഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ബോംബിടുന്നതിൻ്റെ പിറകിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഗാസി ബാബ. ആ പാകിസ്ഥാനി ടെററിസ്റ്റിനെ കൊന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. ആചാനബാഹുവായ മനുഷ്യനായിരുന്നു. ഞാനാണെങ്കിൽ 5.2 ഉയരമുള്ള ആൾ. അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരിക്കും, വളരെ അടുപ്പുണ്ടാവും. ഇങ്ങനെയുള്ള അത്ര വലിയ ഉയരമുള്ള ആളുകളും ചെറിയ ആളുകളും ചെല്ലുമ്പോൾ ഒരു വലിയ കെമിസ്ട്രി ഉണ്ടാവും. അപ്പോൾ ഞാനന്ന് പലപ്പോഴും ന്യൂസിലുണ്ടാവാറുണ്ടായിരുന്നു, പിന്നെ മധ്യപ്രദേശിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആരാണ് ഈ മലയാളി എന്ന് ഇവനെ കാണണം എന്നുള്ളത് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ടൂറിസവും ആർക്കിയോളജി എപ്പോഴും പല മീറ്റിങ്ങിലും ഉണ്ടാവും. അപ്പോൾ ഞാനന്ന് ഇവരോട് ചോദിച്ചു, എനിക്കൊരു അപ്പോയിൻറ്റ്മെൻറ്റ് വേണം സാറുമായിട്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവരത് അപ്പോയിൻറ്റ്മെൻറ്റൊക്കെ തന്നു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഇതേവരെ ഒരു ആർക്കിയോളജിസ്റ്റും ചോദിച്ചിട്ടില്ലാത്ത ഒരാവശ്യവുമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴും ബന്ധങ്ങളുണ്ടായിരിക്കും, ഈ പോലീസുകാർക്ക് ഇപ്പോഴും ബന്ധമുണ്ടായിരിക്കും. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഈസ് മൈ മാൻ, ഹീസ് കമ്മിങ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ ടെമ്പിൾ. ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് അവൻ വരുന്നത്. അപ്പോൾ അവന് എല്ലാ സഹായവും കൊടുക്കണം. അവന് കൊടുക്കുന്ന സഹായം മുഴുവനും എന്നെ സഹായിക്കലാണ് എന്ന് കൂടി പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഞാൻ വളരെ അടുത്ത ആളാണ് എന്ന് മനസ്സിലായി. പിന്നീട് കുറേ സറണ്ടർ ഡെക്കോയിഡ്സ് എനിക്കറിയാവുന്ന ആളുകളുണ്ടായിരുന്നു. അവിടെയും ഉണ്ടായിരുന്നു, ഈ ബട്ടേശ്വരിലും ഉണ്ടായിരുന്നു കുറച്ച് സറണ്ടർ ഡെക്കോയിഡ്സ്. പിന്നെ ഭോപ്പാലിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭോപ്പാലിലുള്ള ആളെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. അദ്ദേഹത്തിന് മാല കൊടുത്തു, സ്വീകരണം നൽകി. അങ്ങനെ അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിച്ചു. അവരുടനെ തന്നെ അവരെ ഹെഡ്സിന് അവർ ഫോൺ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്കോ സിസ്റ്റം ആദ്യം ഉണ്ടാക്കി. അതിനുശേഷം പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നത്. കാരണം എന്ത് സംഭവിക്കുമെന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഈ എക്കോ സിസ്റ്റം ഉള്ളത് കൊണ്ട് ആ സിസ്റ്റം ഞങ്ങളെ സഹായിക്കും എന്നും അറിയായിരുന്നു. ആകെ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളാണ് കാണുന്നത്. 200-ൽ പരം ക്ഷേത്രങ്ങളുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആദ്യം ഞങ്ങൾ മനസ്സിലാക്കി ഒരു 35 ഉണ്ടാവും, പിന്നെ 45 ആണെന്ന് തോന്നി, പിന്നെ അല്ല 50 ഉണ്ട്, പിന്നെ 108 ആണെന്ന് തോന്നി, പിന്നീടാണ് 200 ആണെന്ന് മനസ്സിലാകുന്നത്. കാരണം ഇത് മുഴുവനും തകർന്ന് തരിപ്പണമായി കിടന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ വൃക്ഷങ്ങൾ വളർന്നു വരുന്ന ക്ഷേത്രങ്ങളാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ ഓരോന്നായിട്ട് അത് റീകൺസ്ട്രക്ഷൻ തുടങ്ങി. അപ്പോൾ റീകൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷം കൊള്ളക്കാർക്കും ഇതൊരു നല്ലൊരു അനുഭവമായി. ചെറിയ കൊള്ളക്കാരൊക്കെ ഞങ്ങളുടെ ഭാഗത്തു കൂടി ഞങ്ങളോടൊപ്പം ജോലി തുടങ്ങി. അവർക്ക് ഞങ്ങൾ പേയ്മെൻറ്റും കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി ഞങ്ങൾക്കും ഒരു സുരക്ഷയായി, അവർക്കും വിശ്വാസമായി. പക്ഷെ വലിയ ഡെക്കോയിറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിർഭയ് സിംഗ് ഗുജ്ജർ എന്നായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി. 3 സ്റ്റേറ്റിൻ്റെ ടാസ്ക് ഫോഴ്സാണ്. കാരണം ഒന്ന് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ആ 3 ഗവൺമെൻറ് ഒന്നായിക്കൊണ്ട് ഇയാളെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള നിലക്ക് അവർ വന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യം 40 ആളുകളുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങിൽ. പക്ഷെ അത് പിന്നീട് 4 മാറുകയുണ്ടായി. ഓരോ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഓടി ഒളിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്നെ കാണണം എന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനൊരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ബീഡി വലിക്കുന്നുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല. ഒരാൾ ബീഡി വലിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല, ആംഗണത്തിലാണ്, പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല. എനിക്ക് ദേഷ്യം തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആപ്കോ ശർം नहीं आते, ആ മന്ദിർ മേ ബീഡി പീ രേ?
നിങ്ങൾക്ക് ലജ്ജയില്ലേ, നിങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ബീഡി വലിക്കുന്നുണ്ട്. അയാൾ എന്നെ വളരെ കർക്കശമായി നോക്കി, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ സറണ്ടർ ഡെക്കോയിഡ്സിന് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ നിർത്തുമായിരുന്നു. അവർ മുന്നോട്ട് വന്ന് എൻ്റെ കൈ പിടിച്ചു, പറഞ്ഞു സർ ഉൻസെ കുച്ച് മത് കയ്യേ. അപ്പം അദ്ദേഹത്തോടൊന്നും പറയരുതെന്ന് എനിക്ക് ഒരു ആജ്ഞ നൽകിയപ്പോൾ എനിക്ക് തോന്നി, മനസ്സിലായി കാര്യം അവതാളത്തിലാണെന്ന് മനസ്സിലായി. പിന്നെ ഫേസ് ഹാഫ് കവേർഡാണ് മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, ആദ്യത്തെ എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടിരുന്നു. രക്ഷപ്പെടാൻ വഴിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കലിരുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സർ. അപ്പോൾ ഇനി സർ എന്ന് വിളിക്കണം, അല്ലാണ്ട് യാതൊരു നിവൃത്തിയുമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെയുള്ള ബ്രഹ്മ വിഷ്ണു മഹേഷ് ഗണപതി എല്ലാ ദൈവങ്ങളും ഇവിടെ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾ കൊണ്ട്, ഒരാൾ കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ ഇത് ഒന്നുകിൽ ഇംഗ്ലണ്ടിലാകുമായിരുന്നു, അല്ലെങ്കിൽ പാരീസിലാകുമായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സംതൃപ്തി തോന്നിയിരിക്കണം അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു, ഇനിയും ഗവൺമെൻറ് വിചാരിച്ചതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ശരിക്കും സുരക്ഷ നൽകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ കൂടുതൽ സംതൃപ്തനായി. പിന്നെ ഞാൻ പറഞ്ഞു, ദൈവം എന്തോ ഉദ്ദേശിച്ചാണ് താങ്കളെ ഈ സ്ഥലത്തേക്ക് അയച്ചത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്, ഇതേപോലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഉത്തരാഞ്ചലിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. ഇത് മുഴുവനും ഇതേപോലെ കെട്ടിപ്പടുത്തത് അന്ന് ഒരു വലിയ രാജഭരണകൂടം ഉണ്ടായിരുന്നു. ആ രാജഭരണകൂടത്തിൻ്റെ പേര് ഗുജ്ജർ പ്രതിഹാര ഭരണകൂടം എന്നാണ്. താങ്കളുടെ പേരാണെങ്കിൽ നിർഭയ സിംഗ് ഗുജ്ജർ എന്നാണ്. അതിനർത്ഥം താങ്കൾ ഒരു കാലത്ത് ഈ ഭരണാധിപന്മാരുടെ വംശാവലിയിൽപ്പെട്ട ആളാണ് എന്നുള്ള ആ രഹസ്യം പറഞ്ഞപ്പോൾ ഹി വാസ് ബ്ലോൺ ഓവർ ഹിസ് ഫീറ്റ്. അതേവരെ മനസ്സിലാക്കാത്ത എന്തോ വലിയ രഹസ്യം അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ തോന്നി. പിന്നെ ഇവർ മുഴുവൻ ദേവീ ഭക്തന്മാരായിരിക്കും. അപ്പം ഞാൻ ദേവി മഹാത്മ്യത്തിൽ നിന്ന് മഹിഷാസുര നിർണ ശവിതാത്രി വരദേ നമ, രൂപം ദേവി, ജയം ദേവി, യശോദേഹി, ദിശോജയ് ഇങ്ങനെയുള്ള കുറേ സൂക്തങ്ങളൊക്കെ കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കാമൻ ക്വയറ്റായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏത് നിമിഷവും കൊല്ലപ്പെടാം, പോലീസിൻ്റെ പിറകിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രം നിങ്ങളുടെ പേരിലായിരിക്കും ഞാൻ പേരിടുക എന്ന് പറഞ്ഞു, കാരണം നിങ്ങൾ കൊണ്ടാണ് ഇത് മുഴുവനും നടന്നത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഏതാണ്ട് ഒരു 10-20 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഉത്തർപ്രദേശിലേക്ക് പോയി. പക്ഷെ അവിടെ വെച്ച് പോലീസ് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും അവർ നോക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്. ഉത്തർപ്രദേശിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു നവംബർ മാസത്തിൽ, ഞാൻ മീറ്റ് ചെയ്യുന്നവർ ഒക്ടോബറിലാണ്, നവംബർ മാസത്തിൽ അവരെ കൊല്ലുകയുണ്ടായി. ആ സ്ഥലത്ത് ഒരു 80ഓളം ക്ഷേത്രങ്ങൾ ഞങ്ങൾ പടുത്തുയർത്തി കഴിഞ്ഞു. ഒരു വലിയ, ഇന്ത്യയിൽ നടത്ത ഏറ്റവും വലിയ ഒരു റീകൺസ്ട്രക്ഷൻ വർക്കാണ്, കൺസർവേഷൻ വർക്കാണ് അവിടെ മധ്യപ്രദേശിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം, അതായത് ഈ നിർഭയ സിംഗ് ഗുജ്ജറും ഗ്രൂപ്പും കൊല്ലപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് ഞങ്ങൾക്കാണ്. കാരണം അവരിവിടെ ഉണ്ടായിരുന്ന കാലത്തോളം ഈ മാഫിയ, മൈനിങ് മാഫിയ, അവർ അവിടെ വരാൻ പേടിയായിരുന്നു അവർക്ക്. കാരണം മൈനിങ് മാഫിയയിൽ ആരെങ്കിലും വന്നാൽ ഇവർ കിഡ്നാപ്പ് ചെയ്യും. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ കോടികളോളം പണം അവരുടെ അടുത്ത് നിന്ന് വാങ്ങും. അതുകൊണ്ട് മൈനിങ് മാഫിയ വരാൻ പേടിച്ച സ്ഥലങ്ങളായിരുന്നു അത്. പക്ഷെ ഇവർ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം പിന്നീട് മൈനിങ് മാഫിയ ആ സ്ഥലം മുഴുവൻ ഏറ്റെടുക്കുകയും rampant mining they started, and my temple started coming down. So I wrote to many people, to the forest officers, to the collector, to the SP. ഇതിൻ്റെ പിറകിലൊരു മിനിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലക്ഷ്മികാന്ത് ശർമ്മ എന്നായിരുന്നു. അദ്ദേഹം അതാണെന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തോട് പറഞ്ഞു, സർ, മൈ ടെമ്പിൾസ് ആർ കമ്മിങ് ഡൗൺ, യു ബിലോങ് ടു BJP പാർട്ടി, യു സ്പീക്ക് അബൌട്ട് BJP. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, മുഹമ്മദ് ജി ആപ്ക വോ ലെറ്റർ മുझे नहीं मिला, ഞാൻ അയച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല. രണ്ടാമതൊരു കത്ത് അയച്ചു, അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടു. പിന്നെയും അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ജി ആപ്ക വോ ലെറ്റർ മുझे नहीं मिला.
പിന്നെ ഞാൻ ചെയ്തത് സാധാരണ ഒരു ഗവൺമെൻറ് സർവൻ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ ഒരു സ്ട്രോങ് ലെറ്റർ അന്നത്തെ RSSൻ്റെ പിന്നെ അന്നത്തെ സർസംഘ ചാലകയായിരുന്ന സുദർശൻജിക്ക് ഒരു കത്തെഴുതി, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കത്തെഴുതി. ഇവിടെ ഭരിക്കുന്നത് BJP ആണ്. BJP ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൈനിങ്ങുകൾ കൊണ്ട് ഞാൻ സംരക്ഷിച്ച രണ്ടാമത് കെട്ടിപ്പടുത്ത ക്ഷേത്രങ്ങൾ മുഴുവൻ പിന്നെ വീണ്ടും അമർന്നടിയാൻ വേണ്ടി പോകുന്നുണ്ട്, കുറേ എണ്ണം വീണുപോയി എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള കത്തെഴുതി. ബട്ട് ഹീ ടുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഉടനെ തന്നെ ചീഫ് മിനിസ്റ്റർ വിളിച്ചു, അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ തന്നെ പിന്നെ ചീഫ് മിനിസ്റ്റർ അവിടുന്ന് പോലീസുകാരെയും അതേപോലെ തന്നെ കലക്ടർ, SP എല്ലാവരും സ്ഥലത്ത് വന്നു. പക്ഷേ മൈനിങ് മാഫിയ വളരെ ഈക്വലി പവർഫുൾ ആയിരുന്നു. ദേ വർ വെരി വെൽ ആംഡ് ഓൾസോ. ദർ വാസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഫയർ ബിറ്റ്വീൻ ദ കലക്ടേഴ്സ് ഗ്രൂപ്പ് ആൻഡ് ദ മൈനിങ് പാർട്ടി. പക്ഷേ അവസാനം പോലീസുകാർക്ക് ഇവരെ മുഴുവനും തുരത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഒരു കലക്ടറെയും SP-യെയും ഫയർ ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ഒരു ഓഫീസറെ എവിടെയും അവർ കൊല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ കുറേ കൊള്ളക്കാർ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത വർക്കിൻ്റെ ശരിക്കുള്ള മഹാത്മ്യം അവർക്കറിയാമായിരുന്നു. അപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവർ കൊള്ളക്കാർ സാധാരണ പ്രതികാരം ചെയ്യുക, എന്നെ കൊന്നാളെ കൊല്ലുകയായിരിക്കില്ല, ആ മുഴുവൻ അവരുടെ ഫാമിലിയെ മുഴുവനും ഇവർ കൊന്നുകളയും. അപ്പോൾ ആ പേടി കൊണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ എന്നെപ്പോലെ അത്ര ഭാഗ്യവാന്മാരായിരുന്നില്ല മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഒരു IPS ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തെ ഇവർ നിഷ്കരുണം ഇല്ലീഗലി മൈൻഡ് കല്ല് വഹിച്ചു കൊണ്ടുപോകുന്ന ട്രാക്ടറിൻ്റെ ഇടയിൽ കിടത്തിയിട്ട് അതിൽ ഇവർ ചതച്ചരച്ചു വളരെ ദാരുണമായിട്ട് കൊല്ലുകയുണ്ടായി. അപ്പോൾ കൊലയും ഒന്നും അവിടെ സാധാരണ ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഹ്യൂമൻ എൻജിനീയറിങ് നമുക്കുണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ഒരു സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. കാരണം ഞാൻ പോയിരുന്ന പല സ്ഥലങ്ങളിലും ഞാൻ ഈ തരത്തിലുള്ള സോഷ്യൽ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയുള്ള അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക, അവിടെയുള്ള സ്കൂളിൻ്റെ വളർച്ചയിൽ കാര്യമായിട്ട് ഇടപെടുക. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന അവസരത്തിൽ ഞാൻ ഒരു 5 ഇതേപോലുള്ള സ്ലം സ്കൂൾസ് നടത്തുമായിരുന്നു. അത് ഈ മൈഗ്രൻ്റ് ലേബറേഴ്സ് ആയിരിക്കും പല സ്ഥലത്തും വർക്ക് ചെയ്യാനുണ്ടാവുന്നത്. അപ്പോൾ ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അവർ 2 മാസം ഒരു സ്ഥലത്തുണ്ടാവും, 3 മാസം ഒരു സ്ഥലത്തുണ്ടാവും. ഇവരെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരിക്കലും കിട്ടുകയില്ല. അവർ മറ്റുള്ള കളിയുമായിട്ട് അതല്ലെങ്കിൽ ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലൊരു 5 സ്കൂൾസ്, ഒന്ന് കുത്തബ്മിനാറിലായിരുന്നു, ഒന്ന് റെഡ് ഫോർട്ടിലായിരുന്നു, ഒന്ന് പുരാനക്കിലയിലായിരുന്നു, തുഗ്ലക്കാബാദ്, ആദിലാബാദ്, 5 സ്കൂൾസ് നടത്തി. അപ്പോൾ ആദ്യം ഗവൺമെൻറ് അതിനെതിരായിരുന്നു. പക്ഷേ എന്നോട് ഷോക്കോസ് നോട്ടീസും തന്നു എനിക്ക് ഗവൺമെൻറ് നടത്തുന്നതിന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പണം കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത്, അതല്ലെങ്കിൽ ചിലപ്പം ചില ആളുകൾ നമ്മൾ സഹായിക്കും. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ വന്നപ്പോൾ ഇതൊരു വലിയൊരു ന്യൂസായി. അദ്ദേഹം CNN IBN എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അവർ എനിക്കൊരു അവാർഡ് തന്നു. ഇങ്ങനെയുള്ള സ്കൂൾസ് നടത്തുന്ന ഒരു അവാർഡ് തന്നു. അപ്പോൾ അത് തന്നത് അമിതാഭ് ബച്ചൻ ആയതുകൊണ്ട് അതിന് വളരെയധികം പ്രാധാന്യം കിട്ടി. ഇത് അമേരിക്കൻ എംബസി കണ്ടു. അപ്പോൾ അമേരിക്കൻ എംബസി കണ്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹവുമായിട്ട് ഈ കുട്ടികളെ സംഭാഷണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഗൈഡും ഞാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം അതേപോലുള്ളൊരു പഴയകാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ പഴയകാലം മറക്കാത്ത വളരെ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളിൽ ഒരാളായിട്ടാണ് എനിക്ക് ഒബാമയെയും മിസസ് ഒബാമയെയും കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ളൊരു സോഷ്യൽ സെൻസിറ്റിവിറ്റി കൂടെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് വലിയ മാറ്റങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് നമ്മൾ തയ്യാറായി നിൽക്കണം. ചിലപ്പം ഇതെല്ലാം വളരെ റിസ്കി ആയിരിക്കും, ചിലപ്പം ചോദ്യങ്ങളുണ്ടാകും. ഇതിനു വേണ്ടി എനിക്ക് ഷോക്കോസ് നോട്ടീസും കിട്ടിയിട്ടുണ്ട്, സ്കൂൾ നടത്തിയതിന് ഷോക്കോസ് നോട്ടീസും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ശരിയായ രൂപത്തിൽ മറുപടി പറയുകയാണെങ്കിൽ പിന്നീട് ആ പ്രതിലോമ ശക്തികൾക്ക് വളരാൻ കഴിയില്ല.
90കളിലല്ല, ഞാൻ 76, 77 ഞാൻ ഈ സ്ഥലത്തുള്ള ഉദ്ഘാടനത്തിന് വേണ്ടി പ്രൊഫസർ ബി ലാലിൻ്റെ കൂടെ പോകുന്നത്. അപ്പം പള്ളിയുടെ ഉള്ളിൽ പോയപ്പോഴാണ് ആ തൂണുകൾ മുഴുവനും ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് എന്ന് മനസ്സിലാവുന്നത്. അപ്പം ക്ഷേത്രത്തിൻ്റെ തൂണുകൾ 12-ാം നൂറ്റാണ്ടിലുള്ളതാണെങ്കിൽ അതിൽ പൂർണ്ണ കലശം, അത് ഒരു കുടത്തിൽ നിന്ന് വള്ളികൾ പുറത്തു വരുന്നതായിട്ട്, പൂർണ്ണ കുംഭം എന്നും പറയും, പൂർണ്ണ കലശം എന്നും പറയും, മംഗള കലശം എന്നും പറയും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ അഷ്ടമംഗള ചിഹ്നാസ് ഇൻ ഹിന്ദുയിസം. 8 ഓസ്പീഷ്യസ് സിംബൽസ് പെടും. അപ്പം അത് ക്ഷേത്രങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് കണ്ടു. അപ്പം 12 തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളായിരുന്നു. പിന്നീട് കുറേ ദേവീദേവന്മാരുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് ഡിഫേസ് ചെയ്തിരുന്നു, അത് കണ്ടു. പിന്നീട് ഈ ക്ഷേത്രങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള അടിത്തറ, ഈ ക്ഷേത്രങ്ങളല്ല, ഈ ഇതിൻ്റെ പില്ലേഴ്സിന് വേണ്ടിയുള്ള ബ്രിക്ക് ബേസുകൾ കാണുകയുണ്ടായി. പിന്നെയും ഇതേപോലുള്ള ടെറക്കോട്ട ഐഡൽസ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതും കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ അന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും പ്രൊഫസർ ബി ലാലും എത്തിയത്. അതൊരു വിവാദമായത് 1990കളിലാണ്. അപ്പോൾ അത് ഞാൻ അതിന് ഒരു മറുപടി നൽകുകയുണ്ടായി. കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ, പ്രൊഫസർ ബി ലാലിൻ്റെ കൂടെ നിൽക്കാൻ പലരും തയ്യാറായില്ല. ഞാനന്ന് ഗവൺമെൻറ് സെർവൻ്റാണ്. ഗവൺമെൻറ് സെർവൻറ്റിന് കാര്യങ്ങൾ പറയാൻ പാടില്ല, എസ്പെഷ്യലി ഓൺ സച്ച് എ സെൻസിറ്റീവ് ഇഷ്യൂ. ഐ ഷുഡ് നോട്ട് ഹാവ് സ്പോക്കൻ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. 15th December 1990 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി പറയുകയും, അതേപോലെ തന്നെ ഈ ചരിത്രകാരന്മാരെ, അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഡൊമെയിൻ കോമ്പിറ്റൻസ് ഇല്ല. കാരണം ഇവരാരും തന്നെ ആർക്കിയോളജിസ്റ്റുകളല്ല. ഈ ക്ഷേത്രത്തിൻ്റെ തൂണുകളും അതേപോലെ ബിംബങ്ങളുമൊക്കെ ഞാൻ കണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു സാധാരണ ഹിന്ദുവിന്. അതുകൊണ്ട് ഈ സ്ഥലം വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി കൊടുത്തു. അത് തികച്ചും വായടപ്പൻ മറുപടിയായിരുന്നു. കാരണം ഈ ചരിത്രകാരന്മാർക്ക് പിന്നെ ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. കാരണം ഇവരാരും തന്നെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല, ഇവരാരും തന്നെ ആർക്കിയോളജിസ്റ്റുകളുമല്ല. ഇവർക്ക് മറുപടി നൽകാൻ പണ്ടാളുകൾ പേടിച്ചിരുന്നു. പക്ഷെ ആദ്യമായിട്ടുള്ളായിരുന്നു ഒരു വായടപ്പൻ മറുപടി ഇവർക്ക് നൽകിയത്. ഇതോടുകൂടി അവരുടെ ശബ്ദം താഴ്ന്നുകയുണ്ടായി. പിന്നെ അവർ ഇതിനു വേണ്ടി ഈ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്ക് ഇത് വെറും ഒരു പള്ളി മാത്രമാണ്. മുഹമ്മദ് നബിയുമായിട്ട് ബന്ധമില്ല. മുഹമ്മദ് നബിയുടെ ശേഷം ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഖലീഫമാർക്കാണ്, അവരുമായിട്ട് ബന്ധമില്ല. അതേപോലെ തന്നെ പിന്നീട് പ്രാധാന്യമുള്ള ആളുകൾ ഔലിയാക്കന്മാരാണ്. അതായത് ഖാജ നിസാമുദ്ദീൻ ഔലിയ, അതേപോലെ തന്നെ മൊയിനുദ്ദീൻ ചിഷ്തി അജ്മീറിലെ, ഇതേപോലുള്ള ആളുകളാണ്. ഇവരുമായിട്ടും ഈ സ്ഥലത്തിന് യാതൊരു ബന്ധവുമില്ല. വെറും ഒരു രാജാവുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ ഹിന്ദുക്കൾക്ക് ഇത് ശ്രീരാമൻ്റെ ജന്മസ്ഥലമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നു. പക്ഷേ അവർ തയ്യാറായില്ല. അവരിൽ പല ആളുകളും വിട്ടുകൊടുക്കുന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരായിട്ടുള്ള ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ അവരെ മിസ്ഗൈഡ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്തില്ല. അത് അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മുസ്ലിങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തുകയുണ്ടായി. ചരിത്രത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഈ തെറ്റുകളാണെന്ന് ഒന്ന് സമ്മതിച്ചാൽ ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ടായിട്ട് മാറും. അതൊരു സാന്ത്വന വാക്കായിട്ട് മാറും. ആ സാന്ത്വനത്തിനുള്ള ശ്രമങ്ങളായിരുന്നു ശരിക്കും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. പണ്ട് ചില അക്രമികൾ നടത്തിയ എല്ലാ കൊള്ളക്കും എല്ലാ തകരാറിനും ഇന്നത്തെ മുസ്ലിങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഭൂരിപക്ഷ സമുദായത്തിന് തോന്നുകയും ചെയ്യും. അതൊരു മതമൈത്രിയിലെത്തുമായിരുന്നു. അങ്ങനെയുള്ള ആ മതമൈത്രിക്കുള്ള വാതിലുകളും മുഴുവനും കൊട്ടിയടക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്.
സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനു വേണ്ടിയല്ല പലപ്പോഴും ആക്രമിക്കുന്നത്. അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളാണ്, ബിംബാരാധന പാടില്ല എന്നത് ഇസ്ലാമിലെ നിയമമാണ്. അപ്പം അതിനു വേണ്ടിയാണ് ആദ്യമായിട്ട് ആക്രമിക്കുന്നത്. രണ്ടാമത്തെ ആക്രമിക്കാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു ശാഖാപരമായിട്ടുള്ളത് മാത്രമാണ്, പ്രധാനപ്പെട്ട കാരണമല്ല. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ മതവിദ്വേഷം തന്നെയാണ്. അപ്പം ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് അതേ രൂപത്തിൽ തെറ്റുകൾ വന്നുപോയി. അത് മിഡീവൽ കാലഘട്ടമായിരുന്നു. അതിന് ഇന്നുള്ള ആളുകൾ ഉത്തരവാദികളല്ല എന്ന് മുസ്ലിങ്ങൾക്ക് തോന്നുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും രമ്യമായിട്ട് പരിഹാരം കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത്. പല ആളുകളും ഇത് വിട്ടുകൊടുത്ത് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കണം എന്നുള്ള അഭിപ്രായം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നിന്ന് പിന്മാറ്റിയത് അല്ല. നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ ഇനിയും 3000-ൻ്റെ ലിസ്റ്റുണ്ട്, 5000-ൻ്റെ ലിസ്റ്റുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ പേടിപ്പിക്കുകയും അവരുടെ ആ ഹാഫ് മനസ്ഥിതിയിൽ നിന്ന് അവരെ പിറകോട്ട് കൊണ്ടുപോയതും അതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ്. അത് അവരുടെ രാജ്യത്തോട് ചെയ്ത, സമൂഹത്തോട് ചെയ്ത ഒരു വലിയ ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപകടകരമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നതും രണ്ട് സമൂഹങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ ദൂരത സൃഷ്ടിക്കുന്നതും ഇതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം. ഇതിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഇവർ രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്ന, അവരിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പലപ്പോഴും പല ആളുകളും എന്നോട് പറയാറുണ്ട്, അത് പാർട്ടി അടിസ്ഥാനത്തിലല്ല, അല്ലാതെ തന്നെ ഇത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, ഈ കാര്യങ്ങൾ അതേ രൂപത്തിൽ മനസ്സിലാക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും ബാക്കിയുള്ള ആളുകൾക്കും കഴിയേണ്ടിയിരുന്നു എന്നൊക്കെ എന്നോട് പല ആൾക്കാരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ പലപ്പോഴും പറയാറുണ്ട്. അപ്പം പക്ഷേ ഇത് മനസ്സിലാക്കി ഇതിനൊരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നിട്ടില്ലെങ്കിൽ, കാരണം ഇന്ന് മുസ്ലിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിസവുമായിട്ട് ബന്ധമുള്ള യൂട്യൂബേഴ്സാണ്. അവർ ചെയ്യുന്ന വിപത്തുകളും അവർ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും എത്ര വലുതാണ് എന്നൊരു പക്ഷേ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവർക്ക് പണം കിട്ടുന്നുണ്ടാകാം, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീഷ്മ പിതാവ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം ഹസ്തനാപുരത്തും മറ്റു സ്ഥലത്തും ചെയ്ത ഈ ആർക്കിയോളജിക്കൽ വർക്കുകൾ കണ്ടാൽ ലോക ആർക്കിയോളജി കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അത്തരത്തിലുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി പ്രമോദരാമൻ സാറെ പോലുള്ള ആളുകൾ വരുന്നത് തന്നെ വളരെ വിഷമവും ദുഃഖവുമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഈ പള്ളിയുടെ മുമ്പ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മാത്രമല്ല എല്ലാ ആർക്കിയോളജിസ്റ്റുകളും എത്തിച്ചേർന്ന നിഗമനമാണ്. 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നുണ്ട്. തികച്ചും മൊമെൻ്റ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിയുടെ നിമിഷങ്ങളാണ്, ഫുൾഫിൽമെൻറ്റിൻ്റെ നിമിഷങ്ങളാണ്. ഇതോടുകൂടി എല്ലാ തരത്തിലുള്ള വിവാദങ്ങളും കെട്ടടങ്ങും. ഈ കെട്ടടങ്ങുന്നതോടുകൂടി ആ സ്ഥലം ഒരു വലിയ ടൂറിസ്റ്റ്, വെറും പുണ്യക്ഷേത്രം മാത്രമല്ല, ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രവുമായി മാറാൻ പോവുകയാണ്. അതോടുകൂടി തന്നെ അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർ വളരെ അധികം സംതൃപ്തരാണ്. കാരണം എനിക്ക് പല ആളുകളെയും അറിയാം, വളരെ സംതൃപ്തരാണ്. ആ സംതൃപ്തിയിലൂടെ രാഷ്ട്രം മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്.